ഇങ്ങനെ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ. കന്യകൻ അത് തന്നെ. നീ അച്ഛൻ്റെ അടുത്ത് പറ നിനക്ക് പെണ്ണോട്ടണോന്ന്. അങ്ങനെ ഒരു അറ്റൻഷൻ തരണ്ടേ? ഒരു പാട്ടും പാടി അങ്ങ് ചെന്ന് നോക്ക്. എൻ്റെ അപ്പക്കൊരു മരുമോൾ വേണം, എൻ്റെ ഉമ്മക്കൊരു മോള് വേണം, എനിക്കൊരു വൈഫിനെ വേണം, തരുമോ ആരേലും. എന്തർത്ഥവത്തായ വരികളല്ലേ. ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ, ഇനി മേലെ പറയല്ലേ. നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാടുവേ. ബ്രില്യന്റ്. കാര്യമേ അല്ല കാര്യസ്ഥ ആ ചെത്തിയെടുത്ത് തന്നെ ഒന്നുകൂടെ ചെത്ത്. എന്തിനാ മോനെ കിണറൂട്ടാൻ? അച്ഛാ വീട്ടിലേക്ക് സാധനം വല്ലതും വേണം. കാര്യം പറ, കാര്യം പറ. കല്യാണം കഴിക്കണം. മൂത്ര കഴിക്കണമെന്ന്. കല്യാണം കഴിക്കണമെന്ന്. എന്റെ പൊന്നു മോനെ, നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. മാറി. 23 വയസ്സായി. 23 വയസ്സായവന്റെ ജെട്ടി ഞാനല്ലേ ഇന്നലെ കഴിവിട്ട്. ഇനി നീ കല്യാണം കഴിച്ച് അവളുടെ അടിപ്പാവടം കൂടെ ഞാൻ കഴിവണോ? അങ്ങുന്നേ എന്ത് നീ കഴിവോ? അതല്ല, കുഞ്ഞിനെ അങ്ങനെ പറയാതെ, അതിന് വിഷമമാവും. അതാടാ പറഞ്ഞ നിനക്ക് പക്വതയാ. ശങ്കരൻ പ്ലാപ്പറമ്പി. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. അടുത്ത് തന്തയ്ക്ക് പേരുദോഷം കേൾപ്പിക്കാൻ വന്നവൻ. ഡോ ശങ്കരോ. എന്താ വിളിച്ചേ? ശങ്കർ രാം. ഇത് കണ്ടോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഓ, ഏത് വേണ്ട തന്ന്? എടാ കോപ്പി, അത് ലവ് ലെറ്റർ. ഇത് ജോലിക്കുള്ള ക്ഷണക്കത്ത്. അമ്മാവനെന്റെ അമ്മാവനാണ്ട് പറയണല്ല. നിങ്ങളെപ്പോലൊരു ചെറ്റയെ ഞാൻ എന്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്കൊരു അനിയൻ ഉണ്ടായിരുന്നല്ലോ, അവനെ പോലൊരു നാറിയ. ശങ്കരോ തേടിയ അമ്മാവൻ കോണാത്തിച്ചല്ലോ മധുസൂദന പായില്. നിന്നെ ഉണ്ടാക്കിയ സമയത്ത് നിന്റെ തന്ത രാത്രി കക്കാൻ പോയി അങ്ങനെ പോലീസ് പിടിച്ചാൽ പോലും അങ്ങനെ ഇത്ര നാണക്കേട് ഉണ്ടാവത്തില്ലായിരുന്നു. വെൽ എസ്തെറ്റിക് ഡയലോഗ്. ഇത് കണ്ടോ? എന്താ അത്? ജോലി കിട്ടി. എന്ത് ജോലി? ബാങ്കിലെ ജോലി. ഏത് ബാങ്ക്? പള്ളിയിലെ ബാങ്ക്. ഏത് പള്ളി? ഭീമാപ്പള്ളി. ഇനി മുതൽ ഞാൻ മാസം ശമ്പളക്കാരനാ. താനെന്ന് പാർവതി മാമയുടെ 2ാം കെട്ടിന് പന്തിയിലിരിക്കാൻ നേരത്തെ എന്നോട് എന്നാ പറഞ്ഞേ? ചോറ് ഇളക്കി കഴിക്കാൻ. താൻ ചോറന്നല്ലോ, പൂത്ത കാശുള്ളവന്റെ കല്യാണത്തിന് വന്നിരുന്ന് വെട്ടി. പിന്നെ അവിടെ എന്താ? ഇവിടെ ഒന്നുമില്ല. ശരി. പിന്നെ 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 പറ. അപ്പൊ ആശയദാരിദ്ര്യം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, പക്ഷെ പെണ്ണില്ല. എത്ര കണ്ടന്റ് ചെയ്തേക്കുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛന് സുഖമാണോന്നൊക്കെ ചോദിക്കണം. ഇടയ്ക്കിടയ്ക്ക് സുഖമാണെന്ന് ചോദിക്കാൻ അവളുടെ അച്ഛൻ തോന്നുന്നു സുഖമില്ലാണ്ട് കിടക്കുന്ന. അല്ല, നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് എന്തോ സംസാരിക്കുന്നു? ഇമാജിനറി വേൾഡ്. ഞങ്ങൾക്കിപ്പോ 3 പിള്ളേരാ, 2 ആണും 1 പെണ്ണും. പെണ്ണ്. എനിക്കും ഇപ്പൊ 2 മക്കളാ. മൂത്താളിപ്പോ അമറാണി സ്കൂളിൽ പഠിക്കുന്നു. എടാ, അവിടെ ഫീസ് കൂടല്ലേ? ആണല്ലേ, മാറ്റണം. കൊച്ചെങ്ങനെ സ്കൂളിൽ പോന്നെ? ഞാൻ ഡെയിലി കൊണ്ടാക്കി വരൂടാ. എടാ, ആ റൂട്ട് വഴി സ്കൂൾ ബസ് ഉണ്ടാ? ഉണ്ടാ? ആ പറയണ്ടേ. എന്റെ മൂത്ത മോളിത്തിരി കുറുമ്പിയ. എന്റെ ഇളയതാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. ഓ, ആണല്ലേ. ഫോണിൽ കൂടെ ഒക്കെ പിള്ളേരുണ്ടായി കളിക്കുന്നത്. മനസ്സിലായില്ലേ എന്തോ കണ്ടന്റ് എന്ന്. പിന്നെ എന്തോ പറഞ്ഞ്. പിന്നെ പറ. നീ പറ. നീ പറ. നീ പറ. പിന്നെ പറ. പിന്നെ പിന്നെ പറ. ഞാൻ എന്റെ സ്ഥലം വായിച്ചിട്ടേക്ക്. നാളെ എന്റെ കല്യാണിയില്ലേ? എന്ത് മച്ചാമാരെ, ഹബീബി, ഇതൊക്കെയാണ് നിന്റെ ലോക്കൽ ഫ്രണ്ട്സ്. ബ്രോ, ദുബായിൽ വെച്ചിട്ട് ഇത്ര മുടി ഉണ്ടായിരുന്നു. ദുബായിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വരത്തില്ല. എനിക്കറിയാം നിന്നെ കാര്യമുണ്ട്. ദുബായ് പോയിട്ടില്ല. എടാ ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ദുബായ്. ബ്രോന്റെ ഡാഡി എന്ത് ചെയ്യുന്നു? ഹീസ് എ വണ്ടർഫുൾ മാൻ. വൗ ഷിറ്റ്. ബ്രോന്റെ ഡാഡി? എനിക്ക് ഡാഡി ഇല്ല. ഓ സാഡ്. എന്റെ അച്ഛൻ റബ്ബർ വെട്ടാണെന്ന് ഇവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവന്റെ അച്ഛൻ ലുലുമാളിന്ന് ഓഫറിന് വാങ്ങിച്ചത്. എന്താ ബ്രോ? അല്ല, ദുബായിൽ ലുലുമാളുണ്ടോന്ന് ചോദിച്ചേ. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ് അല്ലേ സച്ചു? അതെ അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാളെന്ന് ഇടാൻ വെച്ചത്. എങ്കിൽ വാ നമുക്കൊരു ചായ മടയും തള്ളാം. സി ഇവിടെ ഒട്ടകപ്പാലി കിട്ടും. അവനെങ്കിൽ പിറകോട്ട് വിളി, പിന്നെ കൊടുക്കാം. എന്താ ബ്രോ? അല്ലല്ലേ, നമ്മുടെ ഇവിടെ സർക്കസിനൊക്കെ ഒട്ടകത്തെ കൊണ്ടുവരാറുള്ളൂ. സി എനിക്ക് ഒട്ടകപ്പാലില്ലാതെ പറ്റില്ല. എന്നാ നമുക്ക് ഷേക്ക് കുടിക്കാൻ. ഓ, ഷേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സി സച്ചു, അടുത്ത തവണ വരുമ്പോ ദുബായിലെ ഷേക്ക് ആയിരിക്കും എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ മുരളി. ഓ, മുരളി ഷേക്ക്. മുന്തിരി ഷേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സച്ചു ഇൻഹേൽ 1 2 3 4. എവിടെയോ മീൻ പൊരിക്കുന്നു, നല്ല മണം. അയിലേ. യോഗയിൽ 84 ആസനങ്ങളാണുള്ളത്. നവാസിന് അറിയാവുന്ന 2 ആസനങ്ങൾ പറയൂ. ശവായിസനം. അൽഫാം സനം. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നവാസെ, മൂക്കുമുട്ട തിന്നിട്ട് ആസനം കമത്തിയുള്ള കിടത്ത വേണ്ടാന്ന്. സാറ് പറഞ്ഞ ഡയറ്റ് റൊട്ടി ഒന്നും ശരിയാവുന്നില്ല. അയ്യോ, എന്തോ പറ്റി? സാറ് പറഞ്ഞ ചിക്കനും കിഴങ്ങൊന്നും കഴിച്ചിട്ട് എന്റെ വണ്ണം ഒന്നും പറയുന്നില്ല. നീ എങ്ങനെ കഴിച്ചത്? ഞാൻ KFC പോയിട്ട് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ശാന്തം. കാര്യം സാറ് ബസുമതി റൈസ് കഴിക്കാൻ പറയാൻ ഇല്ലേവൻ ഡെയിലി മന്തി വാങ്ങിച്ചു. എന്റെ ഫോൺ എടുത്ത് ആരാ നോക്ക്. സാറേ കുക്കിരി. കുക്കിരിയോ? ആരുടെ കുക്കിരി? നോക്കട്ടെ. എടാ KU ഗിരി. ഇനിഷ്യലായിരുന്നു. ഏതോ ആസനത്തിന് ഡൗട്ട് വയ്ക്കാൻ വിളിക്കുക. അടുത്തതായി നമുക്ക് കുക്കുഡ് ആസനം പിടിക്കാം. 4 മണിക്ക് കാപ്പി കുടിക്കുന്ന പറ്റിപ്പോയി.
25 കൊല്ലം മുമ്പ് ആലോചിക്കണമായിരുന്നു. നിന്റെ കൂടെ പഠിച്ച സുമേഷിന് ജോലി കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വെച്ചാലോ എന്നൊരു ആലോചന ഉണ്ട്. നല്ലതായിരിക്കും, നടനായിക്കോട്ടെ. ചവിട്ടി പണ്ട ഞാൻ കലക്കും. എന്തോ വെച്ചാ പഠിക്കാൻ പറ്റുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ബീച്ചിലും പാർക്കിലും പോയിരുന്ന സമയം കളഞ്ഞു. അത് നിന്റെ തെറ്റല്ലേ? ഐ വാണ്ട് ടു നോ യുവർ ഫ്യൂച്ചർ കൾച്ചറൽ പ്രോഗ്രാംസ്. അതെന്തോന്നു? ഭാവി കലാപരിപാടികൾ. ഞാൻ മണ്ണിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഇതിനി മണ്ണിരെ പിടിക്കാന്. കൃഷി. അല്ല, എന്ത് കൃഷി? ഈ റോസാപ്പിൾ. ഈ കാശ്മീരിലൊക്കെ കിട്ടും. ഇത് ഇവിടെ കിട്ടും. തർജിമ ചെയ്യേ. ചാമ്പയ്ക്ക ഉപ്പിലിട്ട് വിൽക്കപ്പെടും. അങ്ങനെ ഈ സ്വപ്നവും പോയി. വന്നല്ലോ സ്വപ്നം. ഭൂതത്തിനോട് ഭാവി ചോദിക്കുന്നില്ല, എങ്ങോട്ടാ? ഒരു 1,50,000 കൈവച്ച ഫോർ വാട്ട്? ഫോർ ബൈയിങ് ആൻ ഐഫോൺ. എന്തിനി? ഡാഡ്സ് ഗിഫ്റ്റ് നമ്പർ സ്റ്റോറി ടൈം സ്റ്റൈൽ. അയ്യോ, ഒന്നുമില്ല. 3 നേരത്തെ എല്ലാം കൂടെ ഒരുമിച്ച് കുത്തി കയറ്റി എങ്ങനെ വരും?